സ്കെച്ച് മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി റൈസാണ്. ഇത് കുക്കറിൽ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 4 പീസാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തൊലി ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. തൊലിയോട് കൂടി എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ബസ്മതി റൈസാണ്. അപ്പോൾ നല്ല ലോങ് ഗ്രെയിൻ ബസ്മതി റൈസിനെ നോക്കിയിട്ട് എടുക്കാം. നല്ല നീളമുള്ള ബസ്മതി റൈസാണ് ഇതിന് നല്ലത്. അപ്പോൾ ബസ്മതി റൈസ് 3 കപ്പാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് ബസ്മതി റൈസിന് ഞാൻ ഒരു 15 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. സോക്ക് ചെയ്തതിന് ശേഷം ഞാനിത് ഡ്രൈൻ ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ അതേ ബസ്മതി റൈസ് വേണമെങ്കിൽ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ആദ്യം കുക്കറിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. ആദ്യം ഞാൻ കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് അതിലേക്ക് ഒരു 3 ഏലക്ക, അതുപോലെ ഒരു കറാമ്പട്ട, പിന്നെ ഒരു 10-12 കുരുമുളക് പൊടിയല്ല കേട്ടോ, ഫ്രഷ് കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ബേ ലീഫിനെ ഞാനൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്ന് എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു അത് ഇതിൽ കിടന്നൊന്ന് മൂപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചിക്കൻ മാഗി ക്യൂബ്. അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മാഗി ക്യൂബ് നമ്മൾ എന്തായാലും ഇടണം കേട്ടോ. അതാണ് നമ്മുടെ ചിക്കൻ സ്റ്റോക്കിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ ഈ മാഗി ക്യൂബാണ് ഹെൽപ്പ് ചെയ്യാം. അതുകൊണ്ട് മാഗി ക്യൂബ് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിതിൽ ചേർക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ചിലർ മന്തിയിൽ ഉള്ളി ചേർക്കും, സവാള ചേർക്കാറുണ്ട്. പക്ഷെ ഞാൻ ചേർക്കാറില്ല. ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ സവാളയൊന്നും വഴറ്റി നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇനി നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കണം. 3 കപ്പ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. സാധാരണയായിട്ട് കുക്കറിൽ നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഒരു ഫുൾ ചിക്കൻ വേവാൻ 3 കപ്പ് വെള്ളം കറക്റ്റാണ്. അപ്പോൾ 3 കപ്പ് വെള്ളം തന്നെ എടുത്താൽ മതിയാവും. അത് നല്ല കറക്റ്റായിട്ടുള്ളൊരു അളവാണ്. നല്ല തിളപ്പിച്ച ശേഷം നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച ശേഷം ഇനി നമ്മൾ ഇതിലിട്ടാണല്ലോ ചിക്കനെ വേവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിതിൽ ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഈ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഉപ്പിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം അതിലേക്ക്. പിന്നെ ഇതിലേക്ക് ചിക്കന് സാധാരണ മന്തി റൈസ് ഉണ്ടാക്കുമ്പോൾ തൊലിയോട് കൂടിയാണ് ഉണ്ടാക്കേണ്ടത്. അതാണ് ടേസ്റ്റ് എന്ന് എല്ലാവരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ആരും തൊലി കഴിക്കാറില്ല ചിക്കൻ്റെ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് മന്തിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ തൊലിയുടെ ഭാഗം ഒഴിവാക്കിയിട്ടാണ് ഞാനൊക്കെ കഴിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ തൊലി എടുക്കാത്തത്. അപ്പോൾ തൊലി ഇഷ്ടമുള്ളവർ എന്തായാലും അത് തൊലിയോട് കൂടി തന്നെ ഈ റൈസ് പ്രിപ്പയർ ചെയ്യാം. അതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കനെ നമ്മളിനി ഈ വെള്ളത്തിൽ നല്ലോണം ഒന്ന് മുക്കി വെക്കണം, എന്നാലേ ആ വേവ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മളൊരു കയ്യിലുണ്ടോ എന്തുകൊണ്ടെങ്കിലും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നന്നായി മുങ്ങി നിൽക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലിന് വേവിക്കാം ചിക്കന്. അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് നമ്മൾ ഈ കുതിർത്തി വെച്ച അരി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഡ്രൈൻ ചെയ്യണം കേട്ടോ. വെള്ളമൊക്കെ പോയ ശേഷം നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കാം. ഈ അരി ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നന്നായിട്ട് അരി കുഴഞ്ഞു പോവില്ല. നമ്മുടെ റൈസിൽ അരി ഇങ്ങനെ വിട്ട് നിൽക്കും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇല്ലേ, റൈസൊന്നും ഒട്ടി പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ, ആ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അരി ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇത് നമ്മൾ തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റൈസ്. നമ്മുടെ ചിക്കനും ഇപ്പോൾ 3 വിസിൽ അടിച്ചു. 3 വിസിൽ കഴിഞ്ഞ് ആവി ഫുള്ള് പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി കേട്ടോ. ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല പാകത്ത് വേവായിട്ടുണ്ട് ചിക്കന്. ഇനി നമുക്ക് ഈ ചിക്കനെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഈ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ ചിക്കനെ എടുത്ത് മാറ്റണം. അപ്പോൾ എടുത്ത് മാറ്റിയ ശേഷം നമുക്ക് ഈ വെള്ളം കിട്ടും, ചിക്കൻ സ്റ്റോക്ക് എന്ന് പറയും. ഈ ചിക്കന് വേവിച്ച വെള്ളത്തിന് ചിക്കൻ സ്റ്റോക്ക് എന്നാണ് പറയുക. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെയാണ് ഇനി നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചിക്കൻ എടുത്ത് മാറ്റുമ്പോൾ
ഈ വെള്ളം നമ്മൾ ആദ്യം 3 കപ്പ് വെള്ളമാണല്ലോ ഒഴിച്ചത്. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഈ വെള്ളം അളന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു 4 കപ്പ് വെള്ളം ഉണ്ടാകും. അപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് അളന്ന് നോക്കണം കേട്ടോ. ഈ വെള്ളം ഇനി നമ്മളൊന്ന് കുറച്ചൊന്ന് ചൂടാറിയ ശേഷമോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ വേണമെങ്കിൽ അളക്കാം. അപ്പോൾ ഇതൊന്ന് അളന്ന് നോക്കുക, എന്നിട്ട് എത്രയുണ്ടെന്ന് നോക്കുക. നമുക്ക് റൈസ് കുക്ക് ചെയ്യാനുള്ളതാണ് ഇതിൽ. വെള്ളം ഞാൻ അളന്ന് നോക്കി, അപ്പോൾ അത് 4 കപ്പ് വെള്ളമുണ്ട്. അപ്പോൾ ഞാനിനി അതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 3 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളം എന്നതിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി മിക്സിയിൽ അടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മൾ അടിക്കുമ്പോൾ വെള്ളം ഒന്നും ചേർക്കേണ്ട, തക്കാളി മാത്രം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അതുകൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് നമ്മളൊന്നും ചെയ്യേണ്ട, വെറുതെ അങ്ങ് ഇട്ട് കൊടുത്താൽ. പിന്നെ ഒരു നാരങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. ഉണങ്ങിയ നാരങ്ങ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ആ നാരങ്ങയും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ നമ്മളിതിൽ റൈസ് കുക്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യം ഇതിൽ കുറച്ച് ഉപ്പിട്ടിരുന്നു, അതുകൊണ്ട് ആ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. കാരണം അല്ലെങ്കിൽ റൈസിൽ ഉപ്പ് കുറഞ്ഞു പോകും. അപ്പോൾ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് അതിന് പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഉപ്പ്. ഇനി ഈ വെള്ളം ഏകദേശം തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുത്ത റൈസ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ചേർത്ത ശേഷം അത് തിളക്കും. എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടിച്ച് വെച്ചിട്ട് ഇതിനെ ഒന്ന് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കർ അടിച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ കംപ്ലീറ്റ് അടിക്കുക. എന്നിട്ട് രണ്ടാമത്തെ വിസിൽ അടിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളിത് ഓഫ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ എയർ ഫുള്ള് പോയതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും. ഈ സമയം കൊണ്ട് നമുക്ക് ഈ ചിക്കനിൽ തേക്കാനുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഓയിലിൽ വേണമെങ്കിലും ഇത് ചെയ്യാം കേട്ടോ. ബട്ടർ ഉള്ളവർ ബട്ടർ തന്നെ എടുക്കുക. ബട്ടർ ആയിരിക്കും ഓയിലിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഈ 3 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി എടുക്കുന്നുണ്ട്. അത് നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇല്ലേ ആ ചിക്കനിന് നല്ലൊരു റെഡ് കളർ ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ ചേർക്കാം കേട്ടോ, ഞാനിപ്പോൾ ചേർക്കുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടർ യൂസ് ചെയ്യാം, പക്ഷെ ഞാൻ മെൽറ്റ് ചെയ്തിട്ടില്ല. മെൽറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ ബട്ടർ കുറച്ചൊന്ന് മെൽറ്റായിട്ട് നമുക്ക് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇത് കിട്ടും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്തത് എല്ലാം കൂടെ നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഈ ചിക്കൻ പീസിൽ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ ഇത് നമുക്ക് കൈ കൊണ്ട് തന്നെ തേച്ചാലും മതി. ഞാനിപ്പോൾ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ അതിൽ നിന്ന് എടുത്തില്ലേ വേവിച്ച് വെച്ച് ചിക്കന്, അതിൽ നല്ലോണം ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്ക് റെഡ് ഫുഡ് കളർ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ അവർ ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത്രയും നല്ലൊരു റെഡ് കളറിൽ ചിക്കൻ ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ ഫുഡ് കളറൊന്നും യൂസ് ചെയ്യുന്നില്ല, ഫുഡ് കളർ യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ചിക്കന് വേണമെങ്കിൽ നമുക്ക് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് കഴിക്കുമ്പോഴും അതായിരിക്കും ഒന്നുകൂടെ സിമ്പിൾ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ 2 സൈഡിലും നന്നായിട്ട് ഈ മസാല ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ചിക്കനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ചിക്കന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അപ്പോൾ അതിന് കുറച്ചുകൂടി ഒരു എരിവൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. കാണാനും ഒരു ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മളിനി ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നത് ഫുള്ള്. അപ്പോൾ ഓയിൽ ഒഴിച്ച ശേഷം ഓയിലൊന്ന് ചൂടായിട്ട് നമുക്ക് നമ്മുടെ ഈ ചിക്കൻ പീസസ് രണ്ടും ഇതിലൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒരു ഭാഗം ഒന്ന് റെഡി ആയാലും നമുക്ക് ഒന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ, അത്രയേ ഉള്ളൂ. കാരണം ഇത് ഓൾറെഡി വെന്ത ചിക്കനാണ്, അപ്പോൾ ചിക്കൻ വേവാനൊന്നുമില്ല. എന്നാൽ നമ്മളിപ്പോൾ ഈ തേച്ച മസാലയൊക്കെ അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട്. 2 സൈഡും ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഫുൾ വിസിൽ, രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുമ്പ് ഞാൻ ഓഫ് ചെയ്തതാണ് കേട്ടത്. എന്നിട്ട് അതിലെ എയറൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും റൈസ് നല്ല പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഒട്ടി പിടിക്കുക അങ്ങനെ ഒന്നുമില്ല. കാരണം നമ്മൾ നേരത്തെ ആ റൈസൊന്ന് വറുത്തെടുത്തതുകൊണ്ട്, അരി വറുത്തെടുത്തതുകൊണ്ട് തന്നെ ഒട്ടി പിടിക്കുക ഒന്നും ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കുക്കറിൽ തന്നെ ഈ മന്തിയുടെ റൈസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ കുറഞ്ഞ
സമയം മതി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ മസാലയൊക്കെ തേച്ചിട്ട് നല്ലോണം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തില്ലേ ചിക്കനെ, ആ ചിക്കനെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ റൈസ് ഇതാ എല്ലാ ഭാഗവും നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചിക്കനെ ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കനതിൻ്റെ മുകളിൽ വെച്ച ശേഷം അതിൽ ബാക്കിയുള്ള കുറച്ചൊരു ഓയിൽ ഉണ്ടാവുമല്ലോ, ആ അതിൽ തേച്ച ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ഞാനതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ റൈസിൽ വേറെ ഓയിലോ നെയ്യോ ഒന്നും അധികം ചേർക്കുന്നില്ല, അതുകൊണ്ട് അത് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇഷ്ടമുണ്ടെങ്കിൽ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മന്തി റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുക്കർ അടച്ച് വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള നമ്മളിതിൽ ഒഴിക്കില്ലേ ഒരു ടൊമാറ്റോയുടെയൊക്കെ ഒരു എന്താ പറയുക, കെച്ചപ്പ് എന്ന് പറയാൻ പറ്റില്ല, മന്തി റൈസിൻ്റെ കൂടെ നമുക്ക് കിട്ടില്ലേ, അത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി മിക്സിയുടെ ജാറിലെടുക്കുക. എന്നിട്ട് അതിലേക്കൊരു അരഭാഗം സവാള കട്ട് ചെയ്തതും അതുപോലെ നമ്മുടെ എരിവിനനുസരിച്ച് ഞാൻ ഇപ്പോൾ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി, അതിനെ ഞാൻ 2ആക്കി കട്ട് ചെയ്തതാണിത്, അതും ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ആവശ്യത്തിന് ഒരല്പം ഉപ്പും കൂടെ ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തക്കാളിയുടെ വെള്ളം തന്നെ ഉണ്ടാകും, എന്നാലും കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ഇത് മിക്സിയിൽ അടിച്ച ശേഷം നമുക്ക് പിന്നെ വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തു, അതൊന്ന് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി റൈസും അതിലേക്ക് ഒഴിക്കാനുള്ള സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്ക് ഉള്ളി വഴറ്റാനോ അങ്ങനെ ഒന്നുമില്ല, ഒരു പാടുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുകയും ചെയ്യും. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാനും കഴിയും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം, അതും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പുതിയതായിട്ടൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് നോക്കുക. ഫേസ്ബുക്ക് പേജ് എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.